ഏറെ എന്താണ് ഒരു പ്രതിഭാസമ്പന്നനായ ഒരു മനുഷ്യനാണെന്ന് ഞാൻ ഇപ്പോഴും അറിയുന്നത്. കാരണം 7ാം ക്ലാസ്സിൽ തോറ്റു എന്നൊക്കെ തുറന്ന് സമ്മതിക്കുക, ഒരു നടൻ തുറന്ന് സമ്മതിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹം അതങ്ങനെ പറഞ്ഞല്ലോ. പിന്നെ പല ക്ലാസ്സിൽ തോറ്റു അത് പറഞ്ഞെങ്കിലും ഒരു സത്യത്തിൽ അദ്ദേഹം പറഞ്ഞു, അതിന് അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ CID മൂസയുടെ ഈ വിജയ ആഘോഷത്തോടനുബന്ധിച്ച് തന്നെ നടത്തിയ ഈ എന്താണ് കോളേജ് അല്ല അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ഏതിനെ പറ്റിയാണ് പറയൂ. ഞാൻ വിഷയത്തിൽ തെന്നി മാറിപ്പോയി പെട്ടെന്ന്. ഞാൻ ഈ 10ാം ക്ലാസ് പാസ്സാവാതെ BA ചേരാം എന്നൊക്കെ ഒരു സംഭവം വന്നില്ലേ, അതിൽ വന്ന ആളായത്. നിങ്ങളൊന്നും ആലോചിക്കും, എന്ത് അത്ഭുതമായിരിക്കണം. ഈ ഭോപ്പാൽ യൂണിവേഴ്സിറ്റി ഒക്കെ അങ്ങനെ ഒരു ഭോപ്പാൽ യൂണിവേഴ്സിറ്റി മഹാരാജസിലില്ല. എനിക്കിപ്പോ ഡൗട്ട് ഉണ്ട്, ദിലീപ് മഹാരാജ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ ഉറപ്പ് നൽകുന്നു, ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി മഹാരാജ് സ്കൂളിൽ പഠിച്ചിട്ടില്ല. ഇല്ല. ശരിയാ, ഗോപാലകൃഷ്ണൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോപാലകൃഷ്ണൻ ആരാണ് ഈ ദിലീപ് എന്നുള്ള പേര്? ദിലീപ് എന്നുള്ള പേര് വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അപ്പൊ മിമിക്രിക്കൊക്കെ ചെല്ലുമ്പോൾ ഓരോരുത്തരെ പരിചയപ്പെടുത്തും. ഇവരൊക്കെ പരിചയപ്പെട്ടത് ഓരോരുത്തരെ നമ്മൾ പ്രോഗ്രാം കഴിയുമ്പോൾ ഇടത്ത് നിന്ന്, ഇപ്പൊ ഇവനൊക്കെ ആണെങ്കിൽ ഇവിടെ ചിറ്റാറ്റുകര സലീം കുമാർ എന്നൊക്കെ പറഞ്ഞിട്ട്, നമ്മളെ ആലുവ P ഗോപാലകൃഷ്ണൻ, ഭയങ്കര നീട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ദിലീപ് ഇതാക്കിയത്. അങ്ങനെയാണ്